ഒരു ആധ്യാത്മിക ശാസ്ത്രം, ബൈബിൾ ശാസ്ത്രം ഉണ്ടല്ല, ബൈബിൾ ശാസ്ത്രം അനുസരിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. ഈ കവനൻ്റെ കൂടെ വന്നിരിക്കുന്ന കവനൻ്റ് ഇപ്പോഴുള്ളതല്ല, പണ്ടിനാലെ ദൈവം അതാത് കാലങ്ങളിൽ അപ്ഡേഷൻസ് ഉള്ള ഒരു പ്രാർത്ഥനയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കവനൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് കവനൻ്റ് അല്ലെങ്കിൽ ഇവോൾവിങ് ഒരു പരിണാമം, കവനൻ്റ് ഉടമ്പടി ദൈവശാസ്ത്രത്തിൻ്റെ പരിണാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിന് ഘട്ടം ഘട്ടമായി കാലത്തിനൊപ്പം അപ്ഗ്രഡേഷൻ സംഭവിച്ചിട്ടുള്ളതാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഈ കാലത്ത് വന്നപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ദൈവത്തിൻ്റെ ഒരു വിഷയമായി മാറി. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രിസ്തുവിൻ്റെ വിഷയമല്ലായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ത്രിയേക ദൈവത്തിൻ്റെ പൊതുവിഷയമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മിഷനല്ല. ഇത് മിഷൻ ഓഫ് ജീസസ് ദൈവത്തിൻ്റെ വിഷയമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിഷയമാകുമ്പോൾ അതിൻ്റെ മുതൽ മുടക്കെല്ലാം ദൈവമാണ്. മുതൽ മുടക്കാൻ വേണ്ടി ദൈവം അറ്റം വരെ തയ്യാറാണ്. അതാണ് തൻ്റെ ഏകജാതനെ നൽകാൻ. ആ മുതലിന് ആ ഒരു പദ്ധതിക്ക് വേണ്ടി അവസാനത്തെ എക്സ്പെൻഡിച്ചർ തൻ്റെ ഏകജാതിനെ അടയ്ക്കുന്ന വെളിപ്പാട് 3:16 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം ആരാധന. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനെ മുഴുവനായിട്ട് വരെ നൽകാൻ അതിൻ്റെ ക്യാപിറ്റൽ അതാണ്. രക്ഷാകര പദ്ധതിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകജാതനെ മുഴുവനും കൂടി നൽകിയ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടി വന്നപ്പോൾ അതിന് പോലും ദൈവം ചെലവഴിച്ചതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ചെലവഴിക്കൽ നിന്നാണ് ക്രിസ്തുശാസ്ത്രം രൂപപ്പെട്ട് വരണത്. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അവിടെ അതിൻ്റെ ഒത്തിരി വാക്കുകൾ ദൈവത്തിൻ്റെ തനത് മൈൻഡ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ റോമ 8:32 യോഹന്നാൻ 3:16 തമ്മിൽ ലിങ്ക് ആയിരിക്കണം. എന്താണ് 3:16 എന്താ പറയണത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം നമ്മളെ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ദാനമായിരിക്കണം മനസ്സിലാക്കണം. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്, പിന്നെന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ അല്ലേ? നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ്. പക്ഷേ നമ്മുടെ കഴിവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു കാലത്തും പൊരുത്തപ്പെടത്തില്ല. എന്താ കാര്യം? നമ്മളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി നമ്മുടെ കഴിവിനേക്കാൾ എപ്പോഴും മുകളിലായിരിക്കും. അതെപ്പോഴും എങ്ങനെയുണ്ട്? ലൈഫ് സെറ്റിൽ ചെയ്തിരിക്കുന്നതും ലൈഫ് ഇവോൾവ് ചെയ്തിരിക്കുന്നതും ജീവിതം ആയിത്തീർന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിവിനേക്കാളും ഉപരിയായിരിക്കും നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം. കഴിഞ്ഞ ദിവസത്തിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം എന്താ അറിയാമോ? മജിസ്ട്രേറ്റ് വക്കീലാണ്, പ്രാക്ടീസിങ് വക്കീലാണ്. ഈ ബാരിസ്റ്ററെ
ശരിക്കും അവർക്ക് ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് എക്സാം വന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ എക്സാമാണ്. ഹൈക്കോടതിയുടെ എക്സാം ശരിക്കും വളരെ പാടുള്ളതാണ്. അവർ പറഞ്ഞ സങ്കീർണമാണ്. പല പല സെക്ഷൻസ് ഉണ്ട്. ആ പരീക്ഷകളെല്ലാം എഴുതിയിട്ടാണ് പിന്നീട് അവർ മജിസ്ട്രേറ്റായിട്ട് അവർ ജയിച്ചാൽ മാത്രമേ മജിസ്ട്രേറ്റിലേക്ക് പിന്നെ അവർക്ക് പരിശീലനത്തിന് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺഫിഡൻസ് ആണ് ഫസ്റ്റായിട്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ആദ്യത്തെ ബോംബിങ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ് പൊസിഷൻ. ഇപ്പോൾ മിലിറ്ററി പൊസിഷൻ എന്ന് പറയത്തില്ലേ, ബോംബ് ചെയ്യുന്ന വിമാനങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടാകും. ഇപ്പം നമ്മൾ ദൈവദർശനം വരുമ്പോൾ ഈ പൊസിഷൻ ടാർഗറ്റിലായിട്ട് വരുന്നത് എപ്പോഴും കോൺഫിഡൻസാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് നിങ്ങൾ. പക്ഷെ ആ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അതിജീവനത്തിന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വെല്ലുവിളിയെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് പൊളിച്ച് പണിയേണ്ടി വരും. നിങ്ങളുടെ കോൺഫിഡൻസ് ആദ്യം പൊളിക്കും. കോൺഫിഡൻസിൻ്റെ ഓരോ ഏജൻറ്റ് നോക്കിയാൽ മതി. പണി വരാൻ പോണത് എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കും. പരമാവധി പണി ആദ്യം കിട്ടാൻ സാധ്യതയുള്ളത് ബോഡിയിലാണ്. ബോഡി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനാപരമാക്കുകയാണ്. പിന്നെ കിട്ടാൻ പിന്നെ ബോംബ് വീഴാൻ സാധ്യതയുള്ളത് കോമ്പറ്റീഷനിലാണ് വരണത്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ റാങ്കാകാം. സ്കൂളിൽ റാങ്കായി കഴിയുമ്പോൾ ടീച്ചർമാർ പറയും നിങ്ങൾ സ്കൂളിൻ്റെ അഭിമാനമാണോ ആന കൂന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മാലയൊക്കെ ഇതിട്ട് ബൊക്കൊക്കെ തന്ന് വിടും. കോളേജ് ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാ വിഷയത്തിലും പൊട്ടിപ്പോകും. എന്താ കാര്യം? സ്കൂളിൽ നിങ്ങൾ കിങ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ. ഈ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് കോളേജിൽ നിങ്ങൾ പഠിക്കാതിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യും. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ഞാൻ പഠിച്ചില്ലേലും ജയിക്കും, പഠിക്കണ പിള്ളേർക്ക് വീട്ടിൽ ഇരുന്നാലും മതി, കോളേജിൽ പോകേണ്ട കാര്യമില്ല, അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് നടക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ കോൺഫിഡൻസാണ് ആധ്യാത്മികമായ ഉഴപ്പുണ്ടാക്കുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിന്ന് ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ആദ്യം ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസിലാണ്. കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലർക്ക് തറവാടിത്തമാണ്. എന്താണ് അതായത് ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ജോലി വന്നിട്ടുണ്ട്, അത് ഇതിലാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടറാകാനുള്ള ജോലിയാണ്. അപ്പോൾ ഇവരെ പെറ്റ് വീണ കാര്യത്തിൽ തന്നെ IAS എടുപ്പിച്ചാണ് മാതാപിതാക്കന്മാർ വളർത്തുന്നത്. എൻ്റെ മകൾ വളർന്ന് കളക്ടറാകുമെന്നും പറഞ്ഞല്ലേ പേരിടുമ്പോൾ തന്നെ അവൾ കളക്ടറാകും. ഈ കുഞ്ഞ് ഞാൻ കളക്ടറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് അവസാനം ഒരു വണ്ടിക്കും കയറി പോകത്തില്ല. വന്ന വണ്ടി പോകും. ഞാൻ കളക്ടറിൻ്റെ വണ്ടി വരാതിരിക്കണം, കളക്ടറിൻ്റെ വണ്ടി വരാൻ. അവസാനം തെണ്ടിപ്പെറുക്കി പട്ടിണിയായി കയറി നാറി കഴിയുമ്പോഴാണ് വല്ല വണ്ടിയും കയറി പോയാൽ മതി. അപ്പോൾ കാലം കഴിഞ്ഞു പോകും. ആഗ്രഹത്തിൻ്റെ അടിമയാകരുത്, ആഗ്രഹത്തിൻ്റെ യജമാനനാകണം. മനസ്സിലായില്ലേ? ആഗ്രഹത്തിൻ്റെ അടിമയായിട്ട് നീ ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ 12 പ്രാവശ്യമൊക്കെ OIT എഴുതുമ്പോൾ പറഞ്ഞ് എൻ്റെ മകളെ 12 പ്രാവശ്യമായി, ആരോ പറഞ്ഞ് നിൻ്റെ തലയെ കയറ്റിയതാണ്, നീയും കെട്ടിയനും കൂടി കാനഡയിൽ താമസിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ സ്വപ്നം കൊണ്ട് നടക്കുകയാണ്. ശരിക്കും ഞാനിതിനൊന്നും എതിർക്കണില്ല. പക്ഷേ യാഥാർത്ഥ്യ ബോധം എന്ന് പറയണത് ഇറ്റ് ഈസ് നോട്ട് കോമൺ. അതൊരു കോമൺ സെൻസാണ് വേണ്ടത്. കോമൺ സെൻസ് ഒന്നും ഇപ്പോൾ കോമൺ അല്ലെന്നല്ലേ പറയണത്. യാഥാർത്ഥ്യബോധം, ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യബോധം കുറവുള്ളത് പെൺപിള്ളേർക്കാണ്. ഞാൻ ഇത്രയും നാൾ വന്നിട്ടുള്ള യാത്രയിൽ എനിക്ക് മനസ്സിലാക്കി ഏറ്റവും കുറവ് യാഥാർത്ഥ്യബോധമുള്ളത് പെൺപിള്ളേർക്കാണ്. അവർ ഒന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, അവർക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രഡേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങളെ ഒരു സാമാന്യ ബുദ്ധി ഈ വിഷയത്തിൽ കാണിക്കണം. കലിബർ കടന്നു വന്നിട്ടുള്ള മാർഗങ്ങൾ, അല്ലാതെ ഓരോരുത്തരും പോയി അവരെപ്പോലെ ആകാൻ വേണ്ടി ആനയെപ്പോലെ വീർപ്പിക്കാൻ നിൽക്കരുത്. കാര്യം തവള വീർത്താലും ആന വീർത്താലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചത്തി പിരിഞ്ഞ് മണ്ണോടായി തീരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണ്? ദൈവം.
നിന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നീ ഉറപ്പ് വരുത്തേണ്ടത്. ഇപ്പം നീ എന്താ ചെയ്യണമെന്നറിയാവോ? നീ ആദ്യം ഉറപ്പ് വരുത്തണത് നിൻ്റെ ലക്ഷ്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് ദൈവത്തെ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായോ? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് എന്തിനാണ്? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് നിൻ്റെ ലക്ഷ്യങ്ങളല്ല. ആർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതിൻ്റെ അടിമയായിട്ട് ജീവിച്ച വല്ല കാര്യമുണ്ടോ? അതിൻ്റെ യജമാനനായിരിക്കണം. ആ യജമാനനാകുമ്പോൾ എങ്ങനെയാകണത്? ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് ഞാൻ പോകും. കർത്താവിന് മുമ്പേ തുറന്നു വെക്കണം. കർത്താവേ, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം, നീ എനിക്ക് തന്നൊരു മാന്യതയിൽ ഇവിടെ ജീവിക്കണം. മാന്യമായ ജീവിതം അത് നമുക്ക് ദൈവത്തോട് ന്യായമായിട്ട് ചോദിക്കാവുന്ന കാര്യമാണ്. എന്താണ് മാന്യമായ ജീവിതം? മാന്യതയെന്ന് പറഞ്ഞ സമയത്ത് ബൈബിൾ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്കാണ്. അവയവങ്ങൾക്ക് പോലും മാന്യതയെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, മാന്യമായ ജീവിതം, എനിക്കൊരു മാന്യമായ ജീവിതം തരണം. അല്ലാതെ നീ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനൊരു ഒരു സംഭവം ഇട്ടിട്ട് വരച്ച് അതിമ ടിക്ക് കർത്താവ്, അതിമ ടിക്ക് കർത്താവ്, അതിമ ടിക്ക് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി നിനക്ക് ന്യായമായി ചോദിക്കാവുന്ന എന്താണ്? മാന്യമായ ജീവിതം. അത് ചോദിക്കാം. അത് കർത്താവായിട്ട് കിട്ടിയിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അതിന് പ്രൊവിഷനുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവണ്ണം മാന്യതയുള്ളത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് മാന്യമായ ജീവിതം നമുക്ക് അവകാശമായിരിക്കുന്നത്. അത് നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ ദൈവ പൈതലാണ് ഞാനെന്നുള്ളതാണ് ഏറ്റവും വലിയ ബോധമുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു വിശ്വാസം നമുക്ക് തരുന്ന ഒരു ബോധമുണ്ട്. ആത്മീയ ബോധം എന്നുകൊണ്ട് ദൈവ പൈതലാണെന്നാണ്. അപ്പോൾ ദൈവ പൈതലാകുമ്പോൾ ദൈവ പൈതലല്ലാതെ പോകുന്ന ഇപ്പോൾ രാധമ്മയുടെ സാക്ഷ്യം എന്താണ്? രാധമ്മയുടെ സാക്ഷ്യം, രാധമ്മയുടെ ഒന്നാമത്തെ അനുഭവം എന്താണ്? അവരുടെ മകൻ ഭയങ്കര പണ്ടാര വെള്ളവടിയാണ്. എന്നിട്ട് വീട്ടിൽ കാശും കൊടുക്കത്തില്ല, കുടുംബം നോക്കത്തില്ല. രാധമ്മ തന്നെ വീട്ടുവരക്ക് പോയിട്ടാണ് മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റേണ്ടത്. വാട്ട് എ പത്തറ്റിക് കണ്ടീഷൻ. കണ്ടില്ലേ? ദിസ് ഇസ് ലൈഫ്. ഇവരെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ക്രിമിനലിനെ നീ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പുതിയ കാലത്ത്. അതേസമയം തന്നെ ഇതിൻ്റെയൊക്കെ എല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സിസ്റ്റത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം സങ്കടക്കാർ വരുമ്പോഴേ, ഇപ്പം ഞാൻ ചിലർ പറയും 65 വയസ്സെന്ന് വെച്ചാൽ പറയും നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കത്തില്ല. ചില 65 വയസ്സുകാർ എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയും, അച്ഛന്മാരത്തും പറയും, എന്താ ഞങ്ങളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്തത്, ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. എന്നോടൊന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ ചേച്ചമ്മേ, നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾക്ക് 67 വയസ്സുണ്ട്, നിങ്ങൾ നേരെ വന്ന് വെടിപ്പായിട്ട് മാതാവിൻ്റെ കണ്ണിട്ട് നോക്കിയിട്ട് കറഞ്ഞിട്ട് കാര്യം വന്നിട്ട് പോകും. നിങ്ങളെ ഇത്രയും ഉടമ്പടി പോലെ ആപത്തും ആരോഗ്യമൊക്കെ ഉള്ളവരാണ് ഉടമ്പടി എടുക്കുന്നത്. അത് എടുത്തിട്ട് ഉഴപ്പി പിന്നെയും വന്ന് പണി മേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ളത് അമ്മ വിളമ്പി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് നോക്കുകയിലേ ഉള്ള മാതാവിൻ്റെ മുഖത്തിട്ട്. വിശ്വാസത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ റെസ്പോണ്ടൻ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഉടമ്പടി എടുക്കാൻ കഴിവുള്ളവൻ മാതാവിനെ നോക്കി പഠിപ്പിച്ചാൽ മാതാവ് ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റ നടക്ക് പോയില്ലെന്ന് വരും. കാര്യം അത് കാപട്യമാണ്. കഴിഞ്ഞാൽ മീൻ പിടിക്കാനാണ്. നമുക്ക് മലയാളിക്ക് പണ്ട് മുതലേ രക്തത്തിലുള്ള കുറേ സാധനമുണ്ട്. എന്താണ്? കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതിനെ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് ആദ്യം എന്തൊക്കെ മലയാളികളുടെ പഴഞ്ചൊല്ല് നോക്കിയാൽ മതി. 2000 കൊല്ലമായിട്ട് ഈ വസ്തു എങ്ങനെ ജീവിച്ചെന്ന് മനസ്സിലാകും. എംബ്രാൻ്റെ വെട്ടത്ത് വാര്യയുടെ അത്താഴം. വാര്യയുടെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? വാര്യർ ഒരിക്കലും എണ്ണ കൊണ്ട് കാശ് മുടക്കി വിളക്ക് കത്തിക്കത്തില്ല. എംബ്രാൻ്റെ പടിപ്പുരയിൽ രാജാവ് അല്ലെങ്കിൽ നാട്ടുപ്രമാണി അല്ലെങ്കിൽ കരപ്രമാണി അല്ലെങ്കിൽ ഊരാളിയുടെ പടിപ്പുരയ്ക്ക് വിളക്ക് വെക്കാൻ രാജാവ് അനുവാദം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പടിപ്പുര വിളക്ക് വെക്കാൻ പറ്റത്തില്ല. തിരുവിതാംകൂറിലും കൊച്ചിയിലും പടിപ്പുര വിളക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഭണ്ഡാരത്തിൽ കൊണ്ട് പണം അടക്കണം. ഭണ്ഡാരത്തിൽ പണം അടക്കാൻ കഴിവില്ലാത്തവന് വിളക്ക് വെക്കാൻ അനുവദിക്കത്തില്ല. ഭാര്യർ ഭണ്ഡാരത്തിൽ പണം അടക്കാൻ ഭാര്യന് കാശില്ല. അപ്പോൾ ഊരാളെങ്കിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ വിളക്ക് പടിപ്പുര വെക്കുമ്പോൾ വീട്ടിൽ അത്താഴം എടുത്തുകൊണ്ട് ഭാര്യർ ഊരാളെങ്കിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് അവരുടെ വെട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും. അത് ഭാര്യ പോകും. അതാണ് എംബ്രാൻ്റെ വെട്ടത്ത് ഭാര്യയുടെ അത്താഴം. ചിലർ പറയും കൈ നനയാതെ മീൻ പിടിക്കുക. അതാണ് സംഭവം.
എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ആ മീൻ പിടി, ഈ മീൻ പിടി കിടക്കുന്നതിനെ നിൽക്കും, മറ്റവൻ കഴുത്തപ്പം വെള്ളത്തിൽ കിടക്കും. അതാണ് കൈ നനയാതെ മീൻ പിടിക്കുക. പിന്നെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ മലയാളിയുടെ ബേസിക് മെറ്റീരിയൽ നേച്ചറിലുള്ളതാണ്. ഇതിന് ആധ്യാത്മികതയിൽ ബൈബിള് ഇതിന് നല്ലവണ്ണം ചികിത്സിക്കും ഈ രോഗത്തിനെ. അതേപോലെ ദ്രവീഡീയമായ ഒരു ദ്രാവിഡരുടെ ഇടയിൽ കാണുന്ന ഒരു രോഗമാണത്. കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, പപ്പായെ കൊണ്ട് ഉടമ്പടിപ്പിക്കുക, അതാണ് സാധനം. പപ്പായെ കൊണ്ട് ഉടമ്പടിപ്പിക്കുക. ഈ മജിസ്ട്രേറ്റ് അങ്ങനെ ഒരാളാണ്. മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം തരുമ്പോൾ ആദ്യം ഇവർ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഉടമ്പടി എടുക്കത്തില്ല. ആരാ ഉടമ്പടി എടുക്കണത്? അമ്മയെ കൊണ്ട് ഉടമ്പടി എടുക്കണത്. പക്ഷേ ഇവിടെ അത് ഏക്കത്തില്ല, ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം മലയാളിയുടെ 2000 കൊല്ലത്തെ മനസ്സുമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്ന കാരണം അമ്മ പറയും ഓടരുത് അമ്മാവ, ആളറിയുന്ന സംഭവം. അതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പക്ഷെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഇത്തിരി വില നിലയുള്ള ആളാണ്. കാര്യം അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആളാണ്. അപ്പോൾ മജിസ്ട്രേറ്റിന് പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് ടാനിയ പറയും, അമ്മേ ഞാൻ പരീക്ഷയ്ക്ക് പോകണില്ല, കാര്യം എനിക്ക് നല്ല മൈഗ്രെയിനാണ്, തല പൊട്ടാണ്, തല പൊടിയാണ്, എൻ്റെ ബോധം പോകണമെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, നീ പരീക്ഷയ്ക്ക് പോകും മകളെ, എന്താ കാര്യം? ഞാൻ കൃപാസനത്തിൻ്റെ ഒരു കാശിരുവം നിനക്ക് തരാം, നീ നെറ്റിക്കൊട്ടിച്ച് വെക്ക്, 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, മാതാവ് നിൻ്റെ തലവേദന എടുത്ത് മാറ്റും, നീ പരീക്ഷയ്ക്ക് പോകുന്നു. അപ്പോൾ ഇവൾ കിടക്കുകയാണ്, ഇങ്ങനെ ഉരുണ്ട് വട്ടത്തിൽ കിടക്കുകയാണ്, തലപെരുത്ത് വേദനയായിട്ട് കിടക്കുകയാണ്. ഒന്നും ഓർക്കണില്ല, കണ്ണ് കാണാൻ പാടില്ല, തലവേദന എടുത്തിട്ടേ കണ്ണ് കാണാൻ പാടില്ല, ഒന്നും അക്ഷരം നോക്കിയിട്ട് തെളിഞ്ഞ് വരണില്ല, എല്ലാം ഇങ്ങനെ ബ്ലറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൾ എന്ത് അഡ്വക്കേറ്റ് ആയാലും അമ്മമാർക്ക് ഒരു കഴിവില്ലേ, എത്ര വലിയ ആൾക്കാരായാലും അമ്മ എപ്പോഴും അമ്മമാർ, ഞാൻ പറഞ്ഞ ഒന്നെങ്കിലും നിങ്ങളെ പ്രസവിക്കാൻ പോകരുത്, അതൊരു ദൈവികമായ ഏർപ്പാടാണ്. പ്രസവിക്കാൻ പോയാൽ നിങ്ങൾ ഉടനെ അമ്മയാകും. അമ്മയായാൽ നെക്സ്റ്റ് ഗോഡാണ്, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അമ്മ എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അപ്പം ഒപ്പിടും. എന്താ കാര്യം? അവർക്ക് കൊച്ചിനെ കൊടുത്തപ്പോൾ തന്നെ കൊച്ചിനെ ജീവിപ്പിക്കാനുള്ള അധികാരവും അവകാശവും അവർക്ക് ദൈവം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ അമ്മയായിട്ട് ജീവിക്കണം. അല്ല വയറ്റിട്ട് അതിനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം, നീ അമ്മയല്ല, കൊലപാതകയാണ്, 2 കുഞ്ഞുങ്ങളെ കൊന്ന ആളാണ്, ഈ അഭ്യാസം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്, പഴയകാലം ഓർക്കണം. അതിനാണ് ഉടമ്പടിയിൽ അനുതാപം വെച്ചിരിക്കുന്നത്. അബദ്ധവശ ദൈവത്തെ അറിയാത്ത കാലങ്ങളിലുള്ള കാര്യങ്ങളെ ദൈവം റൈറ്റ് ഓഫ് ചെയ്യാനൊരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ബൈബിളിലേക്ക് ഉള്ളുകെട്ട ഇത് അജ്ഞതയുടെ കാലഘട്ടത്തെ 17:30 എടുത്ത് നടപടി പുസ്തകം 17:30. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഒന്ന് പറഞ്ഞ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇതൊരു അപേക്ഷ അഭ്യർത്ഥനയുമല്ല, എന്താ പിന്നെ എന്താണ്? ഇതൊരു കൽപ്പനയാണ്. യു ഷുഡ് ആക്ട് അക്കോർഡിംഗ് ടു ബൈ നോ മീൻസ്. എന്തിനാ കൽപ്പന കൊടുക്കണതിൻ്റെ കാരണം എന്താണ്? എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കൽപ്പനകളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ശാസനയല്ല ഉള്ളത്, മറിച്ച് കരുണയാണുള്ളത്. എന്താ കാര്യം? എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്ന്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അപ്പോൾ ഇത് അതായത് ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും രക്ഷപ്പെടാനും സത്യമാർഗം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ കൽപ്പനയുടെ അകത്തെല്ലാം രക്ഷയെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ല നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നു, അല്ല വ്യഭിചാരം ചെയ്യുന്നില്ല, അല്ലെ കള്ളസാക്ഷ്യം പറയുന്നില്ല, അല്ലെ കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നു, അതിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ല. അതിനകത്തുള്ള ദൈവിക ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതാണ് വിഷയം. എല്ലാവരും. അപ്പോൾ കൽപ്പന ആർക്ക് വേണ്ടിയുള്ളതാണ്? ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതാണ് വിഷയം. അതാ 1 തീമോത്തി 2:4 പറയണത്, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും. കർത്താവിൻ്റെ വചനങ്ങളിലെ വിശ്വസിച്ച് ജീവിച്ച് കഴിയുമ്പോൾ എന്താണ് നിത്യതയിലേക്കുള്ള മാർഗം ഉറപ്പുവരുത്തും. ഇപ്പോൾ എല്ലാവരും ഉടമ്പിക്കാരെ എല്ലാവരും എന്താണ് സംസാരിക്കുന്നത്? നിത്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവർ ഉടമ്പടിയെ നീതീകരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തരായ വക്താക്കളായി മാറാൻ വേണ്ടി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മക്കായി അറിയുന്നു ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് അടിപ്പിണ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലും നിങ്ങളുടെ ബാഹ്യസ്ഥലങ്ങളിലും കർത്താവിൻ്റെ കൃപയാൽ സ്നാനപ്പെടുന്ന വലിയ സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ തിരുമുറുമാർന്ന വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ. ശ്രദ്ധിക്കട്ടെ. മനുഷ്യന് തലച്ചോറിനെ സ്പർശിക്കണമേ കർത്താവേ. തലച്ചോറ് സിസ്റ്റിനെ സ്പർശിക്കുന്ന കർത്താവേ. തൈറോയിഡിനെ സ്പർശിക്കുന്ന കർത്താവേ. സ്പോണ്ടിലോസിസിനെ സ്പർശിക്കുന്ന കർത്താവേ. തൈറോയിഡിനെ സ്പർശിക്കണമേ കർത്താവേ. ടിപ്പലിനെ സ്പർശിക്കുന്ന കർത്താവേ. നെഞ്ചിനെ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുമുറിവാർന്ന് ആണിപ്പഴുതാർന്ന്
വലത് കരത്താൽ സ്പർശിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, എന്റെ വലത് കരത്താൽ, എന്റെ ആണിപ്പഴുതാർന്ന വലത് കരത്താൽ കർത്താവേ അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ നിന്റെ അത്ഭുത കരത്താൽ അടിപ്പിടർ പോലെ, കർത്താവിന്റെ അത്ഭുത കരത്താൽ അടിപ്പിടർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവികമായ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഓരോ കോശങ്ങളിലും ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഓരോ പേശികളിലും ദൈവികമായ ശക്തി ഒഴുകട്ടെ. കൊച്ചു മുതൽ ഉള്ളംകാൽ വരെ കർത്താവിന്റെ അക്ഷാപുരത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കൊണ്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവരെ, ഞങ്ങൾക്ക് വേണ്ടി മൃത്യുടം ചൂടിയവരെ, ഞങ്ങൾക്ക് വേണ്ടി മൃത്യുടം ചൂടിയവരെ, നിന്റെ മുൾക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, നിന്റെ മുൾക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, കൊച്ചു മുതൽ ഉള്ളംകാൽ വരെ പടരട്ടെ. കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, ക്രൂശിക്കപ്പെട്ടവന്റെ നാമത്തിൽ, കുരിശേറ്റവന്റെ നാമത്തിൽ, തിരുവിലാവിൽ മുറിവേറ്റവന്റെ നാമത്തിൽ, അടിപ്പിടറേറ്റവന്റെ നാമത്തിൽ യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ഉച്ചമുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും ആന്തരിക അവയവങ്ങളിലും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അപ്പാ സ്വർഗീയപ്പാ, അപ്പാ സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ നീട്ടുന്നു. അപ്പാ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും എല്ലാ ദോഷങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ വിഷമസന്ധികളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ശ്രുതികടേ, ശ്രുതികടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ. ഉമനീർ ഗ്രന്ഥികള്, ഇടതുവശത്തെ ഉമനീർ ഗ്രന്ഥികള് അത് പഴുത്ത് കറുത്ത നിറമായിരിക്കുന്ന വ്യക്തിയെ, സ്ത്രീയെയാണ് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. വലത് കൈയിലും ഇടത് കൈയിലും വാച്ചുകൾ മാറ്റി മാറ്റി കെട്ടുന്ന മെറ്റൽ അലർജിയുള്ള വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഒരു ചെരുപ്പും പാകമാകുന്നില്ല, ഒരു ചെരുപ്പ് വിടാൻ പറ്റുന്നില്ല. കാലിന് ആണി പോലുള്ള തളർച്ചയുണ്ട്, രോഗങ്ങളുണ്ട്, കാലിന് തളർച്ചയുണ്ട്, അതുപോലെ തന്നെ കാലിന് ശോഷിക്കുന്ന അവസ്ഥയുണ്ട്. ആ വ്യക്തിയെ കാലുകൾക്ക് വ്രണമുണ്ട്. ആ വ്യക്തികളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ. കോശങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ബയോപ്സി കൊടുത്തിരിക്കേണ്ട വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശരീരത്തിൽ വൈ പോലെ ജംഗ്ഷൻ വരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ബയോപ്സിക്ക് പോയിട്ടുള്ള വ്യക്തികളെ കർത്താവ് ഈശോമിശിഹായുടെ നാമത്തിൽ സുഖപ്പെടുത്തുന്ന പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളുടെ സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് കോശങ്ങളെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കോശങ്ങളെയും ശരീരത്തിൻ്റെ ആന്തരികമായ അവയവങ്ങൾക്കുണ്ടായിരിക്കുന്ന കോശങ്ങളെ, ആ കോശങ്ങൾക്കുണ്ടായിരിക്കുന്ന കോശങ്ങൾ കറുത്ത് വന്നിരിക്കുന്നത് അത് ഡെഡായിട്ടുള്ള സെൽസുകൾ ഉണ്ടാകുന്നതാണ്. ആ
അതിന് ക്യാൻസർ എന്ന മറ്റു രോഗങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ആ കർത്താവ് ആ രോഗികളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന, സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ആരാധന.